നമുക്ക് ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ, റിപ്പബ്ലിക് ദിന പരേഡ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. രാഷ്ട്രപതിയോട് തങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ് ഈ കുതിരപ്പട. ആ കുതിരപ്പട രാഷ്ട്രപതിയോട് ഇപ്പോൾ അതിൻ്റെ അനുവാദം അറിയിക്കും. അതിനുശേഷമായിരിക്കും ദേശീയഗാനം മുഴങ്ങുക. അല്പസമയത്തിന് നമുക്കത് കാണാനായിട്ട് സാധിക്കും. Cries of Bharat Mata Ki Jai resounding in the atmosphere as the presidential carriage moves forward. And the President, escorted by the Prime Minister and other guests who were seated in the special enclosure, coming down the steps to acknowledge the presence of the three chiefs, the Chief of Defence Staff, the Defence Minister, and other dignitaries who are present here. Everyone waiting to see this spectacular display of military power, presidential pomp and pageantry. इस बार का गणतंत्र दिवस समारोह कई मायनों में खास है। इस बार विशेष रूप से आमंत्रित लगभग 13,000 अतिथियों को यहाँ बुलाया गया। उनके लिए विशेष दीर्घाओं में स्थान निश्चित किया गया और इस समय माननीय राष्ट्रपति, आज के समारोह के मुख्य अतिथि फ्रांस के राष्ट्रपति प्रस्थान कर रहे हैं सलामी मंच से। माननीय प्रधानमंत्री റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്നത്തെ മുഖ്യാതിഥിയായിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ എന്നിവർ വേദി വിട്ട് താഴേക്ക് വരികയാണ്. ഇതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ, അതിന്റെ ഈ ആദ്യ ഒരു ഘട്ടത്തിന് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് ഈ റിപ്പബ്ലിക് ദിന പരേഡാണ്. രാജ്യത്തിന്റെ എല്ലാ സാംസ്കാരിക സൈനിക കരുത്തും വിളിച്ചറിയിച്ചുകൊണ്ട് നടക്കുന്ന ഈ പരേഡ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാന വിഷയമാണ്. അത് വളരെ പ്രൗഢഗംഭീരമായിട്ട് ഇത്തവണയും പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ സേനാ വിഭാഗങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്ന വിധത്തിലുള്ള പ്രകടനങ്ങളാണ് ഇത്തവണത്തെയും റിപ്പബ്ലിക് ദിന പരേഡുകളുടെ ഏറ്റവും മുഖ്യ ആകർഷകം. അതിന് ഒപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രത്യേകതകളും ഇത്തവണ ഉണ്ടായിരുന്നു. നാരീശക്തിയെ പ്രതിനിധീകരിക്കാൻ ഉള്ള സന്ദേശങ്ങൾ നൽകുന്നതായിരുന്നു ഇതിലുടനീളം ഉണ്ടായിരുന്ന പ്രകടനങ്ങൾ. ഇപ്പോൾ രാഷ്ട്രപതി മടങ്ങുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു 84-ന് ശേഷം ഈ ട്രഡീഷണൽ ബഗ്ഗി എന്നുള്ള രാഷ്ട്രപതിയുടെ കുതിരവാഹനം അത് ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അത് ഉപയോഗിക്കുകയാണ്. ഏതാണ്ട് 40 വർഷം ഇന്ന് നമുക്ക് പറയാം. ആ 40 വർഷത്തിന് ശേഷമാണ് രാഷ്ട്രപതിയുടെ വാഹനം ഈ രീതിയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഈ കുതിരവാഹനം ഉപയോഗിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് കൂടി ആ വാഹനത്തിൽ ഉണ്ട്. നമ്മൾ പല ഘട്ടങ്ങളിലും ഈ വിദേശ സംവിധാനങ്ങളോട് അകൽച്ച പ്രാപിക്കും എന്ന രീതിയിൽ പുതിയ പാർലമെന്റ് അടക്കം യാഥാർത്ഥ്യമാക്കിയപ്പോഴും ഇത് ബ്രിട്ടീഷ് കാലത്ത് ഉപയോഗിച്ച ഒരു രീതി, ഒരു ശൈലി അത് വീണ്ടും മടങ്ങി വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ ഒന്നായി മാറുകയാണ്. രാഷ്ട്രപതി ഒപ്പം മുഖ്യ അതിഥിയെയും വഹിച്ചുകൊണ്ടുള്ള
ഈ കുതിര വാഹനം മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ അംഗരക്ഷകർ കുതിരപ്പട അകമ്പടി സേവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വാഹനം മുന്നോട്ട് പോകുന്നത്. നിരത്തിലൂടെ മുന്നോട്ട് പോകുന്ന കാഴ്ച, കർത്തവ്യപഥിലൂടെ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള പരേഡുകളുടെ എല്ലാ ചടങ്ങുകളും അവസാനിച്ചിരിക്കുന്നു. അതിഥികൾ ഓരോരുത്തരായി മടങ്ങും. പ്രധാനമന്ത്രി ഇപ്പോൾ ഈ വന്നിരിക്കുന്നവരെ ഒന്ന് അഭിവാദ്യം ചെയ്യും. അദ്ദേഹം ഒരുപക്ഷെ ഈ ജനങ്ങളുമായി ചിലപ്പോൾ ഒന്ന് സൗഹൃദ സംഭാഷണം നടത്തിയായിരിക്കും അദ്ദേഹം അഭിവാദ്യം ചെയ്ത് ഈ ചടങ്ങുകൾ അവസാനിപ്പിക്കുക. നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഏതാണ്ട് 90 മിനിറ്റ് നീണ്ടു നിന്ന ഒരു നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിന് പരിസമാപ്തി ആയിരിക്കുകയാണ്. രാഷ്ട്രപതി മടങ്ങുകയാണ്. അതിന് തുടർച്ചയായിട്ട് വിശിഷ്ട അതിഥികൾ ഓരോരുത്തരായി മടങ്ങും. ഉപരാഷ്ട്രപതി അടക്കമുള്ളവർ അല്പസമയത്തിനകം മടങ്ങും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകത്തിൽ നമ്മുടെ ധീര സൈനികർക്ക്, രക്തസാക്ഷിത്വം വഹിച്ച ധീര സൈനികർക്ക് അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് രാഷ്ട്രപതി അവിടേക്ക് വന്നു. അതിനുശേഷം സൈനിക ആയുധ കരുത്ത് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള പ്രകടനം നടന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രിയെ അടക്കം കാണാനായിട്ട് സാധിക്കും. പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി അടക്കമുള്ളവരുമായി അവസാന സമയം സൗഹൃദം പങ്കുവയ്ക്കുകയാണ്. അവർ മടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് 28-ാം തീയതി വരെയാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഈ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷ പരിപാടികൾ ഉണ്ടാവുക. ഇതിന്റെ അനുബന്ധമായിട്ട് ഭാരത് പർവ് നടക്കുന്നുണ്ട്. ഭാരത് പർവ് നടക്കുന്നത് ചെങ്കോട്ടയിലാണ്. ചെങ്കോട്ടയിലെ ഈ ഭാരത് പർവ് നടക്കുന്ന ഘട്ടത്തിൽ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് അത് നമ്മുടെ ഈ ചെങ്കോട്ടയിൽ ഈ വിധത്തില് ഇവിടെ തെരഞ്ഞെടുക്കാതെ പോയത് നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള ടാബ്ലോകളുടെ ഒക്കെ ഒരു പ്രദർശനമൊക്കെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും വളരെ മനോഹരമായിട്ട്, ഏറെ പ്രൗഢഗംഭീരമായിട്ട് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡുകൾക്ക് അവസാനമായിരിക്കുന്നു. ഇനി പ്രധാനമന്ത്രി എല്ലാവരെയും അഭിസംബോധന ചെയ്തതിനു ശേഷം അദ്ദേഹവും മടങ്ങും. അതിനുശേഷമായിരിക്കും ഇപ്പോൾ ഈ ചടങ്ങുകൾ അവസാനിക്കുക. അദ്ദേഹം എല്ലാവരുടെയും അടുത്തേക്ക് ചെന്ന് ഒന്ന് ഈ സദസ്സിലുള്ള ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ വന്നിരിക്കുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ആകും അദ്ദേഹത്തിന്റെ വാഹനത്തിലേക്ക് കയറുന്നത്, മടങ്ങാനായിട്ട് പോകുന്നത്. പ്രധാനമന്ത്രി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. കൈവീശി അദ്ദേഹം കർത്തവ്യപഥിലൂടെ ഈ ചടങ്ങ് കാണാനായിട്ട് എത്തിയ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മൂവർണ്ണങ്ങളിലുള്ള ബലൂണുകൾ കർത്തവ്യപഥിൽ നിറയുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി അല്പസമയത്തിനകം സാക്ഷ്യം വഹിക്കും. കർത്തവ്യപഥിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ രാഷ്ട്രപതി അവിടുന്ന് സഞ്ചരിച്ച് കർത്തവ്യപഥിലൂടെ നീങ്ങുന്ന ദൃശ്യങ്ങളാകും ഇനി അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി ചുമതലയിലെത്തിയ ഘട്ടം മുതൽ തന്നെ റിപ്പബ്ലിക് ദിന ദിവസം ഈ കർത്തവ്യപഥിൽ എത്തുക അഥവാ അന്ന് ഉണ്ടായിരുന്ന രീതിയിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്താകും അദ്ദേഹം മടങ്ങുക. അദ്ദേഹം ഉപരാഷ്ട്രപതിയെ യാത്രയാക്കുകയാണ്. ഈ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ഉപരാഷ്ട്രപതിയെ യാത്രയാക്കിയതിനു ശേഷമാണ് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഏറെ പ്രാധാന്യമുണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിന്. നമ്മുടെ രാജ്യം 75ാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളും ഇപ്പോഴും മറ്റേതെങ്കിലും സംവിധാനത്തിലേക്കോ അത് പട്ടാള ഭരണത്തിലേക്കോ ഏകാധിപത്യത്തിലേക്കോ ഒക്കെ പോയിട്ടുള്ള ഒരു സാഹചര്യത്തിലും നമ്മൾ ജനാധിപത്യത്തിന്റെ വലിയ ഗിരിശൃംഗങ്ങളിൽ ഇന്ത്യ ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വലിയ പ്രസക്തി നൽകുന്നതാണ്. ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കർത്തവ്യപഥിൽ നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളെ അദ്ദേഹം അഭിവാദ്യം ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തതിന് ശേഷമായിരിക്കും മടങ്ങുക. ഏതാണ്ട് 13,000-ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്, പല മേഖലകളിൽ നിന്നുള്ള അതിഥികളാണ് ഉള്ളത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്. അതിൽ ഈ പ്രധാനമന്ത്രിയുടെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് ഉള്ള ലോണുകളൊക്കെ കൈപ്പറ്റി അവ ഉചിതമായിട്ടുള്ള രീതിയിൽ വിനിയോഗിച്ച വിവിധ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ ഒക്കെ അദ്ദേഹം ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാനായിട്ട് ക്ഷണിച്ചിരുന്നു. കർത്തവ്യപഥിലൂടെ പ്രധാനമന്ത്രി നടന്നു നീങ്ങുകയാണ്. ഒരുപക്ഷെ
ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ രണ്ടാം തവണ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള പ്രധാനമന്ത്രി എന്ന രീതിയിലുള്ള അവസാനത്തെ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക് ദിന ചടങ്ങ് എന്നുകൂടി നമുക്ക് പറയാം. ഇനി വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ വിവിധ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉള്ള ഗുണഭോക്താക്കളെ ഒരു വലിയ നിരയെ അദ്ദേഹം ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ നിരയിലുള്ളവരിൽ കേരളത്തിൽ നിന്നുള്ളവരും ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വാഹനം അദ്ദേഹം തോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നു. അദ്ദേഹം ഈ ജനങ്ങളെ അഭിവാദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹവും ഇവിടെ നിന്ന് മടങ്ങാനായിട്ട് പോവുകയാണ്. ഈ ഭാരത് പർവ് അടക്കമുള്ളവ തുടരുന്നു. അത് റെഡ് ഫോർട്ടിലാണ് ഭാരത് പർവ് അടക്കമുള്ളവ തുടരുന്നത്. ഡൽഹിയെ സംബന്ധിച്ച് ഈ സീസൺ, പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനം ഉൾപ്പെടെയുള്ള ഈ തണുപ്പ് വലുതായ രീതിയിലുണ്ടെങ്കിലും ഈ സീസൺ കൂടുതൽ വിനോദസഞ്ചാരികളെ കൊണ്ടും ഒക്കെ നിറയുന്ന ഒരു ദിവസങ്ങളാണ് ഉള്ളത്. നമുക്ക് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയ ഏതാണ്ട് 13,000-ഓളം ആളുകളെയും മറ്റ് സാധാരണ ഈ പരേഡ് കാണാനായി എത്തിയ സ്വമേധയാ എത്തിയ ആളുകളെയും ഒക്കെ നമുക്ക് കാണാനായി സാധിക്കും. അവരെല്ലാം പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവരെയും അഭിവാദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹം മടങ്ങുന്നതോടെ ഈ റിപ്പബ്ലിക് ദിന പരേഡുകൾക്ക് അവസാനമാവുകയും കൂടിയാണ്. പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പരേഡാണ് ഇന്ന് നടന്നത്. മുൻപൊക്കെ ഏതാണ്ട് 3 മണിക്കൂറൊക്കെ ആയിരുന്നു പരേഡിൻ്റെ ദൈർഘ്യം. സമയക്രമവും ഏതാണ്ട് 9:30 മണിക്ക് ആരംഭിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരേഡിൻ്റെ സമയം എന്നുള്ളത് 90 മിനിറ്റായി കുറച്ചു. അത് പ്രകാരമാണ് ഇത്തവണയും ഈ 90 മിനിറ്റ് എന്ന രീതിയിൽ ഈ സൈനിക ഇന്നത്തെ പരേഡ് നടന്നത്. അത് 75 മിനിറ്റ് ആക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും അത് അവസാന ഘട്ടത്തിൽ അത് അംഗീകരിക്കപ്പെട്ടില്ല. 16 സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ ഉണ്ടായിരുന്നു. 9 വ്യത്യസ്ത കേന്ദ്ര വിഭാഗങ്ങളുടെ വകുപ്പുകളുടെ ടാബ്ലോ ഉണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ടാബ്ലോയും ഉണ്ടായിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവ് ഇന്ത്യയാണ് എന്ന് വിവരിക്കുന്ന ടാബ്ലോയാണ് ഇലക്ഷൻ കമ്മീഷൻ അവതരിപ്പിച്ചിരുന്നത്. അങ്ങനെ എല്ലാവരെയും കൈവീശി അദ്ദേഹം കാണിച്ചുകൊണ്ട് ഏതാണ്ട് മീറ്ററുകളോളം നടന്നു കഴിഞ്ഞു. ഇതിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് അദ്ദേഹം കർത്തവ്യപഥത്തിന് ഇരുവശത്തും ഉള്ള ആളുകളെ ഒന്ന് അഭിവാദ്യം ചെയ്ത് അദ്ദേഹം മടങ്ങാൻ
we are linked to each other. कर्तव्य पथ करीब करीब 3 किलोमीटर लंबा है और प्रधानमंत्री ने आज इसको लगभग റിപ്പബ്ലിക് ദിന പരേഡിന് ശേഷം പ്രധാനമന്ത്രിയും പ്രസിഡന്റും വിശിഷ്ടാതിഥിയും അടക്കമുള്ളവർ മടങ്ങുകയാണ് കർത്തവ്യ പഥിൽ നിന്ന്. വിശദാംശങ്ങളുമായി ആരാധാകൃഷ്ണനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ, അതിന്റെ ഏറ്റവും വർണ്ണാഭമായ ഭാഗം റിപ്പബ്ലിക് ദിന പരേഡ്, അതിനോടൊപ്പമുള്ള സൈനികാഭ്യാസങ്ങൾ, അതൊക്കെ പൂർണ്ണമായി അതിഥികൾ ഇപ്പോൾ മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ആണ് ക്രിസ്റ്റീന. പ്രധാനമന്ത്രി ഇപ്പോൾ ഈ ചടങ്ങുകളുടെ അവസാനം എന്ന രീതിയിൽ രാഷ്ട്രപതിയും മുഖ്യ അതിഥിയും മടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഈ കർത്തവ്യപഥയിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് മടങ്ങുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. പ്രധാനമന്ത്രി സാധാരണ എല്ലാ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലും അദ്ദേഹം ഈ ഒരു രീതിയിലാണ് അവലംബിക്കുന്നത്. ഇതോടുകൂടി ഈ റിപ്പബ്ലിക് ദിന പരേഡുകളുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ അത് അവസാനിച്ചു എന്നാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ വാഹനത്തിൽ കയറുകയാണ്. റിപ്പബ്ലിക് ദിന പരേഡുകൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അനുബന്ധ ചടങ്ങുകളൊക്കെ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്നു. ഇനി ബീറ്റിംഗ് ദി റെഡ് റേറ്റ് വരെ നീളുന്ന ഭാരത് പർവ് ഉൾപ്പെടെയുള്ള പരിപാടികളാണ്. അത് സമാനമായിട്ട് നടക്കും. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് പ്രൗഢഗംഭീരമായിട്ടുള്ള ഇന്ത്യയുടെ 75ാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച നിറവിലാണ് നമ്മുടെ രാജ്യം ഉള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സൈനിക സാംസ്കാരിക ശക്തിയെയും വിളിച്ചോതുന്ന ഒരു പ്രകടനമായിരുന്നു ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് കാഴ്ചവെക്കാനായി സാധിച്ചത്. 16 സംസ്ഥാനങ്ങളുടെ ടാബ്ലോ ഉണ്ടായിരുന്നു. അത് പ്രധാനമായും നാരീശക്തിയാണ് വിവരിച്ചതെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള മറ്റു വിഷയങ്ങളും അനുബന്ധ പ്രതിപാദ്യ വിഷയങ്ങളായി അതിൽ ടൂറിസം 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളുടെ ആദ്യഘട്ടം പൂർത്തിയായി. പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങുകയാണ് കർത്തവ്യ പഥിൽ നിന്ന്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ചടങ്ങിൻ്റെ മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആയിരുന്നു. പരമ്പരാഗതമായ പല ചടങ്ങുകളും മാറ്റിവെച്ചുകൊണ്ട്, എന്നാൽ ചില ചടങ്ങുകൾ വീണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത്.